CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറിയെ ചൊല്ലി വലിയ തർക്കമുണ്ടായി. ഏരിയ സെക്രട്ടറിയായി സജി ചെറിയാൻ നിർദ്ദേശിച്ച മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് സി ശ്യാംജിയുടെ പേര് വെട്ടി. ഒഴിവാക്കിയത് സജി ചെറിയാൻ, ചിത്തരഞ്ജൻ, ജി സുധാകരൻ എന്നിവരുമായുള്ള അടുപ്പം മൂലമെന്നുമാണ് ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. കമ്മിറ്റിയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ തള്ളി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം രാഹുൽ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ സമ്മേളന കാലയളവിൽ പലയിടങ്ങളിലും വിഭാഗീയ പ്രശ്നങ്ങൾ പ്രകടമാകുന്നുണ്ട്. ആലപ്പുഴയിലും അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ആലപ്പുഴയിൽ ഇത്തവണ വിഭാഗീയമായ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമവായത്തിൽ തന്നെയാണ് മിക്ക ഏരിയ സമ്മേളനങ്ങളും കടന്നുപോയത്. എന്നാൽ അമ്പലപ്പുഴയിൽ ഈ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം വരികയും ഒപ്പം തന്നെ ആ പ്രദേശത്തു നിന്നുള്ള ഒരു നേതാവ് അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ അവിടെ CPM ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കേണ്ടി വന്നു. അതായത് ആ കമ്മിറ്റി കീഴിലുള്ള ഒരാളല്ല വന്നിരിക്കുന്നത്, പുറത്തുനിന്നുള്ള ഒരാളാണ്. ഈ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച പേര് മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവും മത്സ്യത്തൊഴിലാളിയുമായ സി ശ്യാംജിയുടെ പേരായിരുന്നു അവിടെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നത്. കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും ശ്യാംജി സെക്രട്ടറി ആകണമെന്ന നിർദ്ദേശത്തോടെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുമായിരുന്നു. എന്നാൽ അവിടെ ബൈജു ഒപ്പം തന്നെ ഗുരുലാൽ എന്നിവരുടെ പേരും കൂടി ഉയർത്തിക്കൊണ്ടുവന്നു. തുടർന്ന് തർക്കത്തെ തുടർന്ന് ഒരു സമവായം എന്ന രീതിയിൽ രാഹുലിന്റെ പേര് വന്നു. പക്ഷെ അത് അങ്ങനെ ഒരു പേര് വന്നത് നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നത്. മറ്റൊന്ന്, ഇതിനെ തുടർന്ന് നവമാധ്യമങ്ങളടക്കം പോസ്റ്റുകൾ, പാർട്ടി പ്രവർത്തകർക്ക് തന്നെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. തീരദേശ മേഖലയിലും പ്രതിഷേധമുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. രാഹുലിനെ, അതായത് CPM-ന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരിടമാണ് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപം അടക്കമടങ്ങുന്ന അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി. അവിടെ എന്തുകൊണ്ട് പാർട്ടിയെ നയിക്കാൻ മറ്റൊരാൾ പുറത്തുനിന്ന് വരേണ്ട സാഹചര്യം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നത്. മാത്രമല്ല, ആലപ്പുഴയിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. PP ചിത്തരഞ്ജൻ, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടെ വന്ന ആളാണ് ശ്യാംജി. പക്ഷേ അത്തരത്തിൽ ആ ശ്യാംജിയെ നീക്കുന്നതിന് പിന്നിൽ ഇസ്ലാമിന്റെ ഇടപെടലുണ്ടായെന്നുള്ള ആരോപണവും വരുന്നു. അതായത് ഈ സമവാക്യങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന സലാം, സജി ചെറിയാൻ സമവാക്യങ്ങളിൽ വ്യത്യാസം വരുന്നു എന്നുള്ള സൂചന കൂടിയാണ് ഈ സമ്മേളനം പുറത്തേക്ക് വെക്കുന്നത്. അമ്പലപ്പുഴയിലും തർക്കം അത് രൂക്ഷമാണ്. ഒടുവിൽ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിലും അത് പ്രകടമായി.